ഇനി എന്താ എത്ര താമസിച്ചത്? ഞാൻ എന്റെ കൂട്ടുകാരി കാണാൻ പോയതാ. പിന്നെ 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 ഞാൻ ഇവിടെ നിന്ന് നിന്നെ കാണാനൊന്നുമല്ല. എനിക്കറിയാം. ഒരു സാധനം തരാനാ. എന്ത് സാധനം? വേറെ ഒന്നുമല്ല. വരട്ടെ. ചത്താണോ ചാണ്ടി കുഞ്ഞേ? അല്ല, കത്ത ഒതുപ്പച്ച. മിനിമോള് എന്റെ പെങ്ങടെ കൊച്ചുമോളാ. അവളെ നോയിക്കല്ലേ. അത് പിന്നെ എനിക്കറിയില്ലേ. ഒരു കത്ത് കൊടുക്കാനാണോ അവളോട് ഇത്രയും നേരം കുശുകുശിത്തത്? അതെ, ഈ കത്ത് ഉതുപ്പച്ചായന്റെ പെങ്ങൾ അന്നാമ്മ ചേട്ടത്തി കൊള്ള. അതങ്ങ് കൊടുത്താ പോരെ? അയ്യോ, അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതെന്താ? അതൊരു ഫോറിൻ ലെറ്ററാ. അന്നാമ്മ ചേട്ടത്തിക്ക് മക്കൾ ജോസും അലക്സും അമേരിക്കയിൽ അയച്ചതാ. അതിനകത്തെ മറ്റവനോ? $. അതുകൊണ്ട് കത്ത് സൂക്ഷിച്ച് പൊട്ടിക്കണമെന്ന് പറയുമായിരുന്നു. വന്ന എഴുത്തില്ലേ ഒരു $5-6 കാണുമോ? കനം കണ്ടിട്ട് ഒരു 10 കാണും. എന്റെ കർത്താവേ, ഒരു വെപ്രാളം കണ്ടില്ലേ? ഉതുപ്പച്ചായ, $. നേരം ഞാനാ പറഞ്ഞു പറയരുത്. അമ്മച്ചിയെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാനും ലൂസിയും വളരെ നാളായി ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ജോസ് ചേട്ടായിക്കും തങ്കമ്മ ചേച്ചിക്കും കുട്ടികൾക്കും അമ്മച്ചിയെ കാണാൻ കൊതിയുണ്ട്. അതുകൊണ്ട് അമ്മച്ചി ഉടനെ അമേരിക്കയ്ക്ക് വരണം. ഭയപ്പെടാനൊന്നുമില്ല. ചിക്കാഗോയ്ക്ക് പോകുന്ന കൈപ്പുഴക്കാരൻ മത്തച്ഛൻ കൂടെയുണ്ട്. അയാളുടെ കൈവശം ടിക്കറ്റ് കൊടുത്തുവിടുന്നു. ന്യൂയോർക്കിലെ എയർപോർട്ടിൽ ഞാനും ജോസ് ചേട്ടായിയും കാത്തു നിൽക്കും. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, ലൂസി ഗർഭിണിയാണ്. ഇത് 7ാം മാസം. മറ്റു വിശേഷങ്ങൾ ഒന്നുമില്ല എന്ന് സ്വന്തം മകൻ അലക്സ്. എടാ കുട്ടപ്പായി, നീ പറയാറില്ലേ നിന്റെ അനുജന്മാർക്ക് എന്നെ കാര്യമില്ല, തഴഞ്ഞിട്ടിരിക്കാന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒന്ന് പോടാവിടുന്നു. ഞാൻ ചെന്നാലേ അവർക്ക് എന്നെ കൊണ്ട് ഉപകാരമേ ഉള്ളൂ, അറിയോ? അവിടെ ചെന്ന് ഇംഗ്ലീഷ് പറയണ്ടേ? അല്ലേ പിന്നെ പിള്ളേരോട് എങ്ങനെ മിണ്ടാ? നിനക്ക് അറിയാവുന്നിടത്തോളം മുറി ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാവടി. പോരെങ്കി മിനിമോൾ ഇത്തിരി പഠിപ്പിച്ചെന്നാ മതിയല്ലോ. അല്ല, ഇത്ര വിഷമിച്ച അമ്മ അമേരിക്കയിലേക്ക് പോണോ? ഒരു കൊല്ലം ഞാൻ അവിടെ പോയി താമസിക്കാൻ പോവാ. എന്നാലേ നിങ്ങൾ എന്റെ വില മനസ്സിലാക്കൂ. രക്ഷപ്പെട്ടു. ഇനി ഇവിടെ തലക്കെത്തിരി സ്വൈര്യം കിട്ടുമല്ലോ. എന്ത് പറഞ്ഞാ? വേണ്ട വേണ്ട. അമ്മച്ചി, ഉതുപ്പച്ചായ. എന്താ നിങ്ങളെ കത്തിലെ വിശേഷം? ഉതുപ്പച്ചായം വിവരം പോവാ അമേരിക്കോ? എന്റെ പൊന്നാങ്ങളെ, കർത്താവ് ഇപ്പോഴാ എനിക്കൊരു വഴി ഒരുക്കിയത്. അവരെഴുതിയിരിക്കുന്നതേ ഞാൻ 1 വർഷം അവിടെ നിക്കണമെന്നാ. 1 വർഷോ? അതേന്നേ. പക്ഷെ അതുവരെ നിന്നെ പിരിഞ്ഞ് എങ്ങനെ കഴിയുമെന്നാ ഞാൻ ഓർക്കുന്നത്. അത് ഓർക്കുമ്പോഴാ എനിക്കും വിഷമം. ഏതായാലും ജോസും അലക്സും അമേരിക്കൻ നഴ്സുമാരെ കിട്ടിയത് ഇപ്പൊ ഗുണമായി. അത് പതുക്കെ പറയണോടാ. അന്നൊക്കെ നിനക്കല്ലായിരുന്നു എതിർപ്പ്. ദേ, ഇവൻ ഒരുത്തൻ കാരണം അതൊക്കെ നടന്നത്. എന്നാ ഞാനും ഒന്ന് നടന്നിട്ട് വരാം. ആങ്ങളവാ, അങ്ങോട്ടിരിക്കാം. നീ ഇവിടെ നോക്കി നിൽക്കുവാണോടി? വേഗം ഇച്ചിരി കാപ്പിയിട്. പറഞ്ഞത് കേട്ടില്ലേടി? ചെല്ലാൻ. കേട്ടോ പെങ്ങളെ, ഇവളെ ഇവിടെ ഇട്ട് ചാടിക്കുന്ന പോലെ അമേരിക്കയിൽ ചെന്ന് ചെയ്തേക്കല്ലേ. അവര് കാശ് പോയിന്ന പെണ്ണുങ്ങളാ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. ആട്ടെ, പെങ്ങൾ എന്നാ പോകുന്നത്? 20-ാം തീയതി പോവാനാ അവര് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ നിന്ന് നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട. പെങ്ങള് ഇതുപോലെ ഇങ്ങ് തിരിച്ചു വന്നാ മതി. അതുപോരാ. നീ വലിച്ചു വലിച്ചു നടക്കുന്നതല്ലേ. ഒരു കമ്പിളിക്കുപ്പായാലെന്താ? എല്ലാം പെങ്ങടെ ഇഷ്ടം പോലെ. വരൂ അമ്മച്ചി, കാപ്പി കുടിക്കാം. വാ. പെങ്ങളെ, ഒരു കാര്യം പറയാനുണ്ട്. അവരെല്ലാം നിന്നതുകൊണ്ടാ ഞാൻ ചോദിക്കാഞ്ഞത്. ആ കോടിനകത്ത് വന്നതില് ഒരെണ്ണം എനിക്കെന്താ? എന്ത്? $. എന്റെ പൊന്നാങ്ങളെ, സത്യമായിട്ട് അതിനകത്തൊന്നുമില്ലായിരുന്നു. എന്നാ നീ അവിടെ ചെന്നിട്ട് കുറച്ചു $. ഇങ്ങ് അയച്ചു തന്നാ മതി. നിനക്കെന്തിനാ $? പെങ്ങളെ, ഹൈദരാബാദില് വലിവിന് മീൻ വിഴുങ്ങുന്ന ഒരു ചികിത്സയുണ്ട്. മീൻ വിഴുങ്ങുന്നതോ? അതേ പെങ്ങളെ, ആ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് മരുന്ന് വെച്ചിട്ട് നമ്മുടെ അണക്കിലോട്ട് വച്ചു തരും. എന്റെ കർത്താവേ, എന്നിട്ട് നമ്മളതങ്ങ് വിഴുങ്ങണം. അയ്യോ, ജീവനോടെയോ? ആന്നേ, 1 അല്ല 3 വർഷം അടുപ്പിച്ച് വിഴുങ്ങണം. ചികിത്സയ്ക്കാണേ ഞാൻ ആ പിള്ളേരുടെ കയ്യോ കാലോ പിടിച്ചാണെങ്കിലും കുറച്ച് $. അയപ്പിക്കാം. കുട്ടപ്പായുടെ പേർക്ക് അയപ്പിക്കരുതേ.
അവൻ ചിലപ്പോ തന്നില്ലെന്ന് വരും. എന്റെ മേൽവിലാസത്തിൽ അയപ്പിച്ചാ മതി. ഞാൻ ആ പോസ്റ്റ്മാൻ ചാണ്ടിക്കുഞ്ഞിനോട് വാങ്ങിച്ചോളാം. കാപ്പി തണുക്കുന്നു. വാ. അങ്ങനെ നമ്മുടെ അന്നാമ്മച്ചേട്ടത്തി അമേരിക്കയിൽ പോകുന്നത് അവർക്കും മക്കൾക്കും മാത്രമല്ല, പാവപ്പെട്ട നമ്മുടെ ഇടവയ്ക്കും നല്ലതാണ്. അവിടെ ചെല്ലുമ്പോൾ മക്കളെ ഗുണദോഷിച്ച് നമ്മുടെ ഇടവയ്ക്ക് കുറെ സാമ്പത്തിക സഹായം ചെയ്യിക്കാമെന്ന് ചേട്ടത്തി സമ്മതിച്ചിട്ടുണ്ട്. ആ, നിങ്ങളൊക്കെ ഒന്ന് കൈകൊട്ട്. ഈ ലീജിയനിലെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ചേട്ടത്തിക്ക് യാത്രാമംഗളങ്ങൾ നേരുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇനി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ചേട്ടത്തിയെ ക്ഷണിക്കുന്നു. അയ്യോ എന്റെ അച്ചോ, അതിനെന്നാ, അന്നാമ്മ ചെന്നാട്ടെ. ചെല്ലു വല്യമ്മച്ചി. എന്റെ ഈശോയെ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയത്തില്ല. പറഞ്ഞാ അത് അധികപ്രസംഗം ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവരാൻ നോക്കാം. അവിടെ നിന്ന് നല്ല സിൽക്ക് പൂ കൊണ്ടുവന്നാൽ നമുക്ക് മാതാവിന്റെ രൂപത്തിന് മുമ്പ് വെക്കാം. ശരി, നോക്കട്ടെ. അയ്യോ, എന്റെ യാത്രയപ്പിന് നിങ്ങൾ ഇത്രയും സമ്മാനം തരുമെന്ന് ഞാൻ കരുതിയേയില്ല. ഇത് സമ്മാനമൊന്നുമല്ല, അമേരിക്കയിലുള്ള ഞങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള ചില സാധനങ്ങളാ. ചേട്ടത്തി ഇതുകൂടി കൊണ്ടുപോകണം. മോളെ, ബാക്കി നീ വയ്ക്ക്. എല്ലാം കൂടെ എന്റെ കൈ കൊള്ളത്തില്ല. എന്നാൽ അന്നാമ്മച്ചേട്ടത്തി സന്തോഷമായി അമേരിക്കയിൽ പോയി വന്നാട്ടെ. Your attention please. Indian Airlines announces the departure of flight IC169 to Bombay. അല്ല, എനിക്കാണോ സമ്മാനപ്പൊതികൾ? അയ്യോ അല്ല, ഇന്നലെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന നാട്ടുകാരുടെ സാധനങ്ങളാ. ഇത് തിരിച്ചു കൊടുക്കാൻ പോവാ. അമ്മച്ചി ഇന്നലെ തിരുവനന്തപുരം അല്ലേ പോയത്? അതെ. അപ്പോ ഇന്ന് ലണ്ടൻ, നാളെ ന്യൂയോർക്ക്. Attention please. Delta Airlines announces the arrival of Flight 107 from London. Uncle, strike. വേണ്ട മോളെ. ചേട്ടാ, നമുക്കൊരു ടാക്സി പിടിച്ചാലോ? ഇപ്പൊ ശരിയാവും. എയർപോർട്ടിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ അമ്മച്ചി വിഷമിക്കും. വണ്ടി ബ്രേക്ക് ഡൗൺ ആവും നമ്മൾ കരുതിയോ? ഇതോടെ ഒന്ന് മുറിക്കാ മതി സ്റ്റാർട്ട് ആവാൻ. ഈ ചക്കട വണ്ടി കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞു ചേച്ചി. അതെനിക്കും അറിയാം. പക്ഷെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. പുതിയ വണ്ടി വാങ്ങാൻ പണം വേണം. കടം മേടിച്ചിരുന്നു വെച്ചാൽ എന്ത് ചെയ്യും? കൈ നീട്ടി മേടിച്ച് തിന്നാ മാത്രം പോരാ. മറ്റുള്ളവർക്ക് ആവശ്യങ്ങളും പ്രാരാബ്ദങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. തങ്കമ്മേ, എന്താ പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം. അറിഞ്ഞില്ലെന്ന് നടിച്ച പറയണം. ഞാൻ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശ, അല്ലാതെ മരത്തേന്ന് കുലുക്കിയിട്ടൊന്നുമല്ല. അയ്യോ, നല്ല കരിവേപ്പിൻ തൈയായിരുന്നു. what is this? വാട്ടീസല്ല സായിപ്പേ, നെല്ലിക്ക കറുപ്പിച്ചതാ. അയ്യോ എന്റെ കർത്താവേ, ഉണക്കച്ചെമ്മീൻ കിട്ടാനില്ലാതെ വൈക്കത്ത ആളെ അയച്ച് മേടിപ്പിച്ചതാ. അയ്യോ എന്റെ പൊന്നു സായിപ്പേ, അത് വാളംപുളിയാ. എന്റെ മരുമകൾ ഗർഭിണിയാ. അവക്ക് വ്യാക്കൂണാണെന്ന് എഴുതിയിട്ട് പ്രത്യേകം കൊണ്ടുവന്നാ.
This is Counter 15, U.S. Customs. Customs call sign വാളം Alfa വിളി Romeo. താനെടുക്കുവാണോ? Request supervisor. തന്റെ പെണ്ണുമ്പിള്ളയും ഗർഭിണിയായിരിക്കും. Request assistance. അത് പറ. ആ. വണ്ടി റെഡി. മടി. അലക്സ് എവിടെ? ആ ബാറിലേക്ക് കയറി പോകുന്ന കണ്ടു. അമ്മയെ സ്വീകരിക്കാൻ പോകുമ്പോ വെള്ളം അടിക്കണമായിരുന്നോടാ? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. അമ്മയെ സ്വീകരിക്കാൻ പോകുമ്പം എന്റെ ചങ്കി കുത്തണമായിരുന്നു. പെണ്ണുങ്ങൾ വിവരമില്ലായ്മ പറഞ്ഞെന്ന് വെച്ച് ഇത് വിവരമില്ലായ്മയല്ല, അഹങ്കാരമാണ്. ഞാൻ ചേട്ടനോട് കുറെ പണം കടം വാങ്ങിയെന്നുള്ളത് സത്യം. ഒരു ഗ്യാസ് സ്റ്റേഷൻ തുടങ്ങാൻ. അത് പൊളിഞ്ഞു പോയത് ചേട്ടനും അറിയാമല്ലോ. എന്ന് വെച്ച് എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കണം. ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നാണ് നിനക്ക് പണം എടുത്തു തന്നത്. അത് സമയത്ത് കിട്ടാത്തതുകൊണ്ട് അവൾ ചോദിക്കുന്നത് തെറ്റാണോ? ഞാൻ ചേട്ടനോട് കടം വാങ്ങിച്ചത് എനിക്ക് ജീവനുണ്ടെങ്കിൽ പിച്ച എടുത്താണെങ്കിലും ഞാനത് തന്നു തീർക്കും. പക്ഷെ അവരിനി എന്നെങ്കിലും അതേപ്പറ്റി കുത്തുവാക്ക് പറഞ്ഞാൽ കളയടാ, അമ്മച്ചി നമ്മളെ കാണാതെ വിഷമിക്കും. നീ വാ. ഞാനിനി അവരോട് വരുന്നില്ല. അലക്സേ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ വാ. വാടാ. എന്റെ ഈശോയെ, അയ്യോ. അയ്യോ. Grandma, I will help you. Leave it. താങ്ക്സ്. ഓ താങ്ക്സ് ഒന്നും വേണ്ട, ഞാൻ മലയാളിയാ. ആ, മലയാളിയാണോ? അതെ. അമ്മയ്ക്കാകെ വിഷമിച്ചപ്പെട്ടുണ്ടല്ലോ. മോനെ, ഓ ഇത് ന്യൂയോർക്ക് തന്നെ അല്ലേ? അതെ. എന്നിട്ട് അതുങ്ങളെ കാണുന്നില്ലല്ലോ. ആരെ? എന്റെ മക്കളെ. അവരുടെ പേരെന്താ? മൂത്തവൻ ജോസ്, ഇളയവൻ അലക്സ്. എന്റെ അമ്മച്ചി, അമേരിക്കയിൽ 1,900 ജോസും അലക്സും ഉണ്ട്. വീട്ടുപേരെന്താന്ന് പറ. പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ജോസച്ചാന്റെ അമ്മച്ചിയാണോ? അതേ മോനെ. അമ്മച്ചി ധൈര്യമായിട്ടിരിക്കേ. അവര് വരും. ഇല്ലേ അമ്മച്ചിയെ പുഷ്പം പോലെ ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കും. മോനെ ഏതാ മനസ്സിലായില്ലല്ലോ? ഞാൻ വെട്ടുക്കിളി. വെട്ടുക്കിളിയോ? അതെ, എന്റെ പേര് വട്ടക്കോൻ ദാമോദരനാ. പക്ഷെ ഇവിടെയുള്ള മലയാളികൾ തന്നിരിക്കുന്ന ഓമന പേരാ വെട്ടുക്കിളിന്ന്. മോൻ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞ ഒരു കഥയാണ് അമ്മച്ചി. ഒരു കഥകളി ട്രൂപ്പിന്റെ കൂടെ ചേങ്ങലക്കാരനായിട്ടാ ഞാൻ ഇവിടെ വന്നത്. അവര് മടങ്ങിപ്പോയപ്പോ ഞാനിവിടെ മുങ്ങി. എന്നിട്ട്? ചെണ്ടക്കാരില്ലാതെ ചേങ്ങല കൊണ്ടു നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഞാൻ ആ തൊഴിൽ നിർത്തി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഇൻഷുറൻസ് ഏജൻസി എടുത്തു. ചേങ്ങല കൊട്ടി പരിചയം ഉണ്ടല്ലോ, അതിപ്പോ കൈമണിയാക്കി അങ്ങനെ കഴിയുന്നു. ജോസിനെയും അലക്സിനെയും എങ്ങനാ പരിചയം? എന്റെ അമ്മച്ചി അവരുടെ പുറകെ തെരാപ്പാല നടക്കാൻ തുടങ്ങിയിട്ട് മാസം 6 ആയി. എന്തിന്? ഒരു പോളിസി എടുപ്പിക്കാൻ. ഭാഗ്യത്തിന് അമ്മച്ചിയെ കണ്ടെത്തിയല്ലോ, ഇനി അത് നടക്കും. ആ അവര് വന്നല്ലോ. ദേ പെട്ടിയൊക്കെ ഞാൻ എടുത്തു വെക്കാം. മോനെ ജോസേ, മോനെ അലക്സേ, എത്ര നാളായടാ കണ്ടിട്ട്? മക്കളെ, ഇവരങ്ങ് വളർന്നു പോയല്ലോ. അതെങ്ങനാ? കൊല്ലം കുറെ ആയില്ലേ അങ്ങോട്ട് വന്നിട്ട്? ലോസിമോളെ, ഈ വയറിങ്ങനെ മലക്കെ കാണിക്കാതെ കുറെ ഒതുക്കി നടന്നൂടെ? അതെന്തിനാ ഉള്ള വയറ് കെട്ടി വരിഞ്ഞ് അവള് കുഞ്ഞു ശ്വാസം മുട്ടുന്നത്? എന്താ അമ്മച്ചി ചട്ടയില്? അയ്യോ, അതെന്റെ മോളെ, ഒന്നും പറയണ്ട. വിമാനത്തിൽ എന്തോ തിന്നാൻ തന്നു, അതൊക്കെ വീണതാ. ഇതങ്ങിട്ടു, ചട്ടയിൽ അഴുക്കാണില്ല. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചത്? വണ്ടി വഴിക്ക് കേടായി പോയ അമ്മച്ചി. ജോസേ, നിന്റെ മൂത്ത മോനും മോളും അവിടെ കണ്ടില്ലല്ലോ. ജോണിക്കും എനിക്കും ക്ലാസ് ഉണ്ട്. അവർ അലക്സിന്റെ അങ്ങോട്ട് വന്നോളൂ. അമ്മച്ചി വന്നാട്ടെ. വാ. അയ്യോ എന്റെ സഞ്ചി. ഞാൻ എടുത്തോളാം അമ്മച്ചി. വാ. ആ പെട്ടിയെല്ലാം റെഡി, ഇനി വിട്ടു. വെട്ടുകിളി താനിവിടെ? വെട്ടുകിളിക്ക് എവിടെ ചെല്ലാമല്ലോ. ഏതായാലും ഞാൻ വന്നത് അമ്മച്ചിക്ക് ആശ്വാസമായി. നേരെ മോനെ, ഇവനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചേനെ. മോനെ, ഈ ദാമോദരൻ എന്തേലും കൊടുക്കണ്ടേ? അയ്യോ അമ്മച്ചി, ഇവിടെ അങ്ങനെ ഒരു പതിവില്ല. കൊടുത്താവട്ട് വാങ്ങിയില്ല. നീ ഇച്ചിരി കാശിങ്ങോട്ട് തന്നേ. മോനെ ദാമോര, ഇതിരിക്കട്ടെ. എനിക്ക് വേണ്ട അമ്മച്ചി. ഒരമ്മ മകന് സന്തോഷത്തോടെ തരുന്നാണെന്ന് കരുതിയാ മതി. വാങ്ങിക്കേ. അമ്മച്ചിക്ക് മുമ്പ് സ്ഥിരിക്കാം.
അമ്മച്ചിക്ക് ഉറക്കക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, ഞാൻ വിമാനത്തിൽ നല്ലപോലെ ഉറങ്ങിയിട്ടാ വന്നത്. എന്നാ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരുന്നു. ഇതാണ് അമേരിക്ക.